മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. കോൺഗ്രസ് കൃഷ്ണപുരം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം എന്നിവ നടന്നു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 35ാമത് രക്തസാക്ഷിത്വ വാർഷിക ദിനാചരണമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചത്. കൃഷ്ണപുരം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കൃഷ്ണപുരം കോൺഗ്രസ് ഭവനിൽ പുഷ്പാർച്ചനയും അനുസ്മരണ സമ്മേളനവും നടത്തി. KPCC സെക്രട്ടറി N. രവി ഉദ്ഘാടനം ചെയ്തു. മുൻപന്തിയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അതിലേറെ ശ്രദ്ധേയവുമാണ് നെഹ്റു കുടുംബത്തിന്റെ സംഭാവന. ഈ നാടിന്റെ ജനാധിപത്യവും മതേതരത്വ ബോധവും സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, പകരം വെക്കാനില്ലാത്ത ആധുനിക ഇന്ത്യയുടെ ശില്പിയായ, ഏറെ പ്രിയങ്കരനായ ഇന്ത്യൻ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് സമുചിതമായി ആചരിക്കുന്നത്. 35 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ജ്വലിക്കുന്ന ഒരു ഓർമ്മയായി, കോൺഗ്രസ്സുകാർക്ക് പ്രചോദനമായി ഈ നാടിനു വേണ്ടി ജീവിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ സംഭാവനകൾ തന്നെയാണ് എന്നതിൽ തർക്കമില്ല. നോർത്ത് മണ്ഡലം പ്രസിഡന്റ് K. നാസർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരാധ്യനായ പ്രസിഡന്റും ആയിരുന്ന ശ്രീ രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിൻ്റെ 35ാമത് വാർഷിക ദിനമാണ് ഇന്ന് ലോകമെമ്പാടും രാജ്യമെമ്പാടും ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗം എന്ന നിലയിലാണ് കൃഷ്ണപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഈ അനുസ്മരണ ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആധുനിക ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച ബഹുമാന്യനായ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി. 21ാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ അതിവേഗം നയിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഇൻഫർമേഷൻ ടെക്നോളജി രംഗത്തും വിപ്ലവകരമായ മാറ്റത്തിന് തുടക്കം കൊടുത്തത് ശ്രീ രാജീവ് ഗാന്ധിയാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായി കമ്പ്യൂട്ടർ വിപ്ലവം സൃഷ്ടിച്ചത് ശ്രീ രാജീവ് ഗാന്ധിയാണ്. ചിറപ്പുറത്ത് മുരളി, K. പത്മകുമാർ, M. നദീർ, ശ്രീഹരി കോട്ടിര്യത്ത്, ജെസി കോശി, നവാസ് വലിയ വീട്ടിൽ, അജി ഗണേഷ്, രാധാമണി രാജൻ, വയലിൽ സന്തോഷ്, കോശി K. ഡാനിയൽ, ഷൈൻ സന്തോഷ്, കുഞ്ഞുമോൻ, ബിജു, അബ്ദുൽ ഹമീദ, സിന്ധു രവി, റഹിയാനത്ത്, സിന്ധു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.